കൂട്ടുകാരെ, ഇത് ചക്കക്കൂനിയും കുറച്ച് ചക്കക്കുരുവും കൂടെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. കടുക് താളിക്കുക. കുറച്ച് സവോള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് മൂക്കട്ടെ. കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച്, മസാല, ഗരം മസാല, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം ഒക്കെ ചേർത്ത് പൊടിച്ചതും കുറച്ച് കുരുമുളകും നമ്മൾ വീട്ടിൽ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ നേരത്തെ. ഇതെല്ലാം നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഒന്ന് മൂത്തതിന് ശേഷം തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി നല്ല മസാലയും തേങ്ങയിൽ പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന കൂനിയും ചക്കയുടെ കൂനിയും ചക്കക്കുരുവും ചേർത്ത് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇളക്കണം. വേവിച്ചതാണ്, നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. മസാല എല്ലാം ആ കൂനിയിലങ്ങനെ പിടിക്കണം. അടച്ചു വെച്ച് ഒന്ന് ആവി കയറിയിട്ട് എടുത്തതാണ്. നന്നായിട്ട് ഇളക്കിയെടുത്ത് അടിപൊളി ചക്കക്കൂനി ഇറച്ചിത്തോരൻ. ചക്കക്കൂനി ഇറച്ചിത്തോരൻ. ചക്കക്കൂനി തോരൻ. ഓക്കെ കൂട്ടുകാരെ, ചക്കക്കൂനി തോരൻ. ഓക്കെ.